മലയാളത്തിൻ്റെ താരറാണിക്ക് പിറന്നാൾ ആശംസകൾ. പിറന്നാൾ ദിനം ആരാധകർക്കൊരു കിടിലൻ സർപ്രൈസ് തന്നെയായിരുന്നു തലൈവരും മഞ്ജുവും ഒരുമിച്ചുള്ള വേട്ടയൻ എന്ന ചിത്രത്തിലെ ഗാനരംഗം. മലയാളിയാണെങ്കിലും താൻ ജനിച്ചത് തമിഴ്നാട്ടിലാണെന്നും അതിനാൽ താനൊരു തമിഴത്തിയാണെന്നും മഞ്ജു തന്നെ അഭിമുഖങ്ങളിൽ പലപ്പോഴും തമാശ കലർത്തി പറയാറുണ്ട്. 1995 സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് മഞ്ജു വാര്യർ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. തൻ്റെ 18ാമത്തെ വയസ്സിൽ സല്ലാപത്തിലൂടെ നായികയായി മാറി. ഈ ചിത്രം തന്നെയായിരുന്നു മലയാള സിനിമയിൽ മഞ്ജുവിന് ഒരു സ്ഥാനം നേടിക്കൊടുത്തത്. ഈ പുഴയും കടന്നു എന്ന ചിത്രത്തിലെ അഭിനയത്തിനും മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും കരസ്ഥമാക്കി. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിലെ അഭിനയത്തിന് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശവും ലഭിച്ചിട്ടുണ്ട്. സമ്മരൻ ബത്ലഹേം, ആറാം തമ്പുരാൻ, പത്രം, ദില്ലിവാല രാജകുമാരൻ, കളിയാട്ടം, കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത്, ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ, പ്രണയവർണ്ണങ്ങൾ, കന്മദം എന്നിങ്ങനെ പോകുന്നു മഞ്ജുവിൻ്റെ അഭിനയ മികവ്. മലയാളവും കടന്ന് പ്രശസ്തി തെന്നിന്ത്യ ഒട്ടാകെ വ്യാപിച്ചു. ഇന്ന് തെന്നിന്ത്യയിൽ ഏറ്റവും തിരക്കുള്ള നായികയാണ് മഞ്ജു. മഞ്ജുവിൻ്റെ നിറഞ്ഞ ചിരിയാണ് ആരാധകരുടെ ഹരം. ഒരു അഭിനേത്രി മാത്രമല്ല, നല്ലൊരു നർത്തകി കൂടെയാണ് മഞ്ജു. പഠിക്കുന്ന കാലത്ത് കലാതിലകമായിരുന്നു. കലാമണ്ഡലം ഉൾപ്പെടെയുള്ള നൃത്തവേദികളിലും സ്ഥിര സാന്നിധ്യമായിരുന്നു മഞ്ജു. മഞ്ജു വാര്യരുടെ സിനിമയിലെ യാത്ര അവർ ചെയ്ത കഥാപാത്രങ്ങളെക്കാൾ വീരോചിതമാണ്. ഒരു സഹനടിയായി പ്രവേശിച്ച് സ്വന്തമായി ഇടം നേടിയ ശേഷം 4 വർഷത്തിനുള്ളിൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവി സ്വന്തമാക്കിയ മഞ്ജു വാര്യരുടെ യാത്ര ഗംഭീരമാണ്. യാത്രയിലുടനീളം ഒരു അഭിനേത്രി എന്ന നിലയിലുള്ള തൻ്റെ കഴിവുകൾ നന്നായി ട്യൂൺ ചെയ്യുകയും സിനിമാ പ്രേമികളെ രസിപ്പിക്കുകയും ചെയ്തു. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിലേക്ക് മടങ്ങിയെത്തി. തിരിച്ചെത്തിയ മഞ്ജു പ്രേക്ഷകരുടെ പ്രതീക്ഷകളെ തീർച്ചും നിരാശപ്പെടുത്തിയില്ല. ഹൗ ഓൾഡ് ആർ യു, ഉദാഹരണം സുജാത, ലൂസിഫർ, അസുരൻ, തുനിവ്, ഇനിയിപ്പോൾ വേട്ടയനിലും ഒരു കിടിലൻ പെർഫോമൻസ് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ഇനിയും ഏറെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുവാനും മികച്ച സിനിമകളുടെ ഭാഗമാവാനും മഞ്ജു വാര്യർക്ക് കഴിയട്ടെ. എൻ്റെ നിധിയാണ് നീ എന്നായിരുന്നു ഗീതു മോഹൻദാസ് മഞ്ജുവിനെ വിശേഷിപ്പിച്ചത്. വിമർശനങ്ങൾ നിരന്തരം കേൾക്കുന്നത് എളുപ്പമല്ലെന്ന് എനിക്കറിയാം. എന്നാൽ നിനക്കത് കേൾക്കാൻ സാധിക്കുന്നു. അതെല്ലാം ഉൾക്കൊണ്ട് നിൻ്റെ ജോലിയിൽ മുന്നേറുന്നു. ഇതൊരു വ്യക്തി എന്ന നിലയിൽ നീ എത്രത്തോളം സുരക്ഷിതയാണെന്നും ഒരു നടി എന്ന നിലയിൽ എത്രത്തോളം മികവുള്ളതാണെന്നും പ്രതിജ്ഞാബദ്ധയാണെന്നും കാണിക്കുന്നു. ഗീതു മോഹൻദാസ് ഇങ്ങനെ കുറിച്ചു.